പെട്ടെന്ന് നിങ്ങൾ കഴിക്കാനുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തേക്ക്. ഇതെടുത്തേക്ക്, ഇതെടുത്തേക്ക്, ഇതും എടുത്തേക്ക്. ഇന്ന് ഇതിന്റെ കാശ് മുഴുവൻ അങ്ങ് തന്നേക്കാം. വർത്താനൊക്കെ പിന്നെ പറയാ. ഇപ്പൊ മേടിച്ചോ കാശ്. കൊള്ളാം ബോസ്, കൊള്ളാം. അല്ല, ഈ ജോണിന് എന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ട്. ഭയങ്കര ധൃതിയിലാ. മമ്മി, ഈ രേഖകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു മന്ദിരമുണ്ട്. അതിനകത്ത് നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രേഖകൾ അനുസരിച്ച് വാതിലിനകത്തൊരു സർപ്പം ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാത്? ഓ, ഇവന്മാരെ രണ്ടുപേരും ഇവിടെയും എത്തിയോ? ഇന്നത്തെ പിന്നെ ഇവന്മാരെ ആർക്കും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഓ ബോസ്, ഈ കവിതയിൽ അത്രയ്ക്കങ്ങ് സുഖം കിട്ടിയില്ല. കവിതയ്ക്കുണ്ടായവനെ ഞാൻ കവിത പറയാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. മോട്ടുവിനും ബദലുവിനും മുകളിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഇവന്മാരെ രണ്ടുപേരെ ഞാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് വിടും. സർപ്പരാജാവേ, നിന്റെ ഉപവാസം ഇന്നുകൊണ്ട് തീരും. പുറകെ രണ്ടുപേര് വരുന്നുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. എന്റെ സർപ്പ ചേട്ടാ, ഒരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങൾ വിളിക്കാതെ നിങ്ങൾ വീട്ടിൽ വരേണ്ടി വന്നു. സോറി ചേട്ടാ, വെരി സോറി. അത് സോറി ഒന്നും കേക്കില്ല. ഓടിക്കോ. ആ, അങ്ങനെ അതിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ നമ്മള് മുകളിലേക്ക് കേറാനുള്ള വഴി കണ്ടെത്തിയേ പറ്റൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. സോറി സർപ്പച്ചേട്ടാ, ഈ ആഴ്ചത്തെ ചിത്രഗീതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇവന്മാർ ഇവിടെ കുടുങ്ങും. ഇത്ര വലിയ കല്ലിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലെന്ന് പറ്റൂ. അടിപൊളി കവിതയാ. നമ്മളിപ്പോ ജോണിനെയും കണ്ടില്ല, ഇവിടെയൊന്നും നിധിയും കാണുന്നില്ല. പത്തിലോ ഇപ്പോഴെന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇപ്രാവശ്യം സൂക്ഷിച്ചു വേണം, അകത്ത് വല്ല അപകടം ഉണ്ടാവും. ഞാൻ നിധിക്ക് വേണ്ടി എന്ത് വലിയ പ്രതിസന്ധി നേരിടാനും തയ്യാറാണ്.
പലിശക്കാര് പുറകിൽ വരുന്നത് പോലെയാണല്ലോ നമ്മുടെ പുറകിൽ വരുന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ ഓടാറ് അതുപോലെ അങ്ങ് ഓടിക്കോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, നീ ഓടിക്കൊണ്ടേ ഇരുന്നോ. ഇനി യുവമാരുടെ പ്രശ്നം എന്തുവാന്ന് അറിയില്ലല്ലോ. എന്തിനാ പടന്മാര് ചേട്ടാ ഞങ്ങളിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്? അപ്പൊ നിധിയിൽ നിങ്ങൾക്കൊരു കണ്ണുണ്ടോ? പത്തിലോ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഐഡിയ. ഭടന്മാരെ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവര് നമ്മുടെ അതിഥികളാണ്, അവരെ വിട്ടേക്ക്. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആദ്യം നിന്നവിടത്ത് തന്നെ നിന്ന് ജോലി ചെയ്യാൻ നോക്ക്. ഓടിക്കോ, അമ്മ വരുന്നുണ്ട്. ഓടിക്കോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ബോസ്, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരമ്പും നമ്മുടെ മേൽ കൊണ്ടിട്ടില്ല. നീയൊക്കെ രക്ഷപ്പെട്ടു, ഞാനല്ല. ഇങ്ങോട്ട് നോക്കണ. ഊരിയെടുക്ക. ഇത്രേ അമ്പൊക്കെ എഴുതി കൊള്ളിച്ചില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വരുന്നത്? മോട്ടു, നീ ഒരു സാധനത്തിലും പോയി തുടരുത്. നമ്മൾ നിധിയുടെ അടുത്ത് എത്തിയെന്നാ തോന്നുന്നത്. വേഗം നോക്ക്, ഇവിടെ വല്ല ട്രാപ്പും ഉണ്ടോ ഇല്ലയോന്ന്. അതൊക്കെ നീ നോക്കിക്കോ. ഞാൻ അതുവരെ സിംഹാസനത്തിൽ പോയി ഒന്ന് വിശ്രമിക്കട്ടെ. മോട്ടു, നീ എന്തായി ചെയ്തത്? എഴുന്നേക്ക്, എഴുന്നേക്ക്, സിംഹാസനത്തിൽ നിന്ന് എഴുന്നേക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ലോ നിനക്ക്? നീ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. നിങ്ങൾ എന്റെ പുറകിന്ന് മാറുന്നില്ല അല്ലേ? രക്ഷിക്കണേ, പാപ്പോ, രക്ഷിക്കണേ. ബോസ്, ബോസ്. നീ ആദ്യം ബോസിനെ രക്ഷിക്കും. അച്ഛാ, അമ്മ, അമ്മവാ. മോട്ടു, നമുക്ക് ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടാം. അത് കഴിഞ്ഞ് ആ കാള നമ്മുടെ പുറകെ വരാൻ തുടങ്ങും. ഈ കിരീടം എടുത്തോണ്ട് നമുക്ക് രക്ഷപ്പെടാം. എന്റെ മോട്ടു, നീ വല്ല കരാറും എടുത്തിട്ടുണ്ടോ പ്രശ്നങ്ങളെയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്താൻ വേണ്ടിട്ട്? വേഗം ആ കിരീടം അവിടെ വെക്കേ, ഓട്. ഭാഗ്യം കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. മുകളിലുള്ളോനെ നമ്മളെ രക്ഷിച്ചേ, അല്ലെങ്കിൽ നമുക്ക് പുറത്തു വരാൻ പറ്റില്ലായിരുന്നു മോട്ടു.
നീയൊക്കെ കാരണമാണ് എനിക്ക് ആ നിധി കിട്ടാതെ പോയത്. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഓടിക്കോ. അത് നമ്മളെ വെറുതെ വിടുന്നു തോന്നുന്നില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.